ഓർത്തഡോക്സ് സഭയുടെ ഈ പോക്ക് എങ്ങോട്ടാണ്? ഒരു ദീർഘവീക്ഷണവുമില്ലാതെയാണ് സഭയുടെ നേതൃത്വം ഓരോന്ന് കാട്ടിക്കൂട്ടുന്നത്. ഈ അടുത്ത സമയത്ത് ചില ഭദ്രാസനങ്ങൾ രൂപീകരിച്ചത് അശാസ്ത്രീയമായിട്ടാണ്, വേണ്ടത്ര പഠനം നടത്താതെയാണ്. ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ മാത്രം കണക്കിലെടുത്ത് ആ ഭദ്രാസനങ്ങൾ ഉണ്ടാക്കിയത് തന്നെ. കാനഡ, ഏഷ്യ, പസഫിക് ഭദ്രാസനങ്ങൾ രൂപീകരിച്ചത് തീർത്തും വേണ്ടത്ര പഠനം കൂടാതെയാണ് എന്നുള്ളതിൻ്റെ തെളിവ് പലതാണ്. ചെന്നൈ, ബാംഗ്ലൂര്, മംഗലാപുരം നഗരങ്ങൾ ഒരേപോലെയുള്ള 3 നഗരങ്ങളാണ്. ഈ 3 നഗരങ്ങളിലുമായി 3 ഭദ്രാസനങ്ങളുണ്ട്. 3 ഭദ്രാസനങ്ങളിൽ ചെന്നൈ ഒഴികെ ഉള്ള ഭദ്രാസനങ്ങളിൽ ഉൾപ്പെട്ട ഗൾഫ് മേഖലയിലെ പള്ളികൾ ഉൾപ്പെടെ 10,000-ൽ താഴെ കുടുംബങ്ങൾ മാത്രമാണ് ഉള്ളത്. അബുദാബി, റാസൽ ഖൈമ, ഫുജീറ തുടങ്ങി ഗൾഫ് മേഖലകളിലെ ഇടവകകൾ ഉൾപ്പെട്ട ബാംഗ്ലൂർ, ബ്രഹ്മവർ ഭദ്രാസനങ്ങളിലായി 3000 NRI കുടുംബങ്ങൾ ഉണ്ടാവും. 3 ഭദ്രാസനങ്ങളുടെ റെസിഡൻസ് ഇന്ത്യൻ ഫാമിലീസ് 7000-ൽ താഴെ മാത്രമാണ്. ആവറേജ് ഒരു ഭദ്രാസനത്തിലെ റെസിഡൻഷ്യൽ ഇന്ത്യൻസ് 2300 കുടുംബം അഥവാ 10,000-ൽ താഴെ അംഗങ്ങൾ മാത്രമാണ്. ഈ 3 ഭദ്രാസനങ്ങൾ ഉൾപ്പെടെ കൽക്കട്ട, അഹമ്മദാബാദ്, ഡൽഹി, തൃശ്ശൂർ, മുംബൈ തുടങ്ങിയ ഭദ്രാസനങ്ങളും ഗൾഫ് ഇടവകകൾ സാമ്പത്തികമായി നിലനിർത്തുന്ന സ്വയം പര്യാപ്തത ഇല്ലാത്ത ഭദ്രാസനങ്ങളാണ്. സാമ്പത്തികമായി പര്യാപ്തത ഇല്ലാത്ത ഇന്ത്യയിലെ ഭദ്രാസനങ്ങൾ ഗൾഫിലെ ഇടവകകൾക്ക് ബാധ്യതയാകാതെ ഒന്നല്ലെങ്കിൽ 2 ഭദ്രാസനമായി എന്തുകൊണ്ട് ലയിപ്പിച്ച് ഒന്നാക്കിക്കൂടാ? ഭദ്രാസനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നത് കൊണ്ടുള്ള ഗുണം ഓരോ ഭദ്രാസനത്തിനും ഓരോ മെത്രാനെ വാഴിക്കാം. പിന്നെ ഒരു നോമിനേറ്റഡ് മാനേജിംഗ് കമ്മിറ്റി അംഗം ഉൾപ്പെടെ 5 സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ സൃഷ്ടിക്കാം. അതല്ലാതെ മറ്റെന്ത് ഗുണമാണ് വിശ്വാസികൾക്കുള്ളത്? ഇതല്ലാതെ സഭയ്ക്ക് ആത്മീയമായോ ഭൗതികമായോ എന്ത് ഗുണമുണ്ട്? വിശ്വാസികൾക്ക്, പ്രത്യേകിച്ച് ഗൾഫ് മേഖലകളിലെ ഇടവക ജനങ്ങൾക്ക് മുക്കിന് സ്ഥാപിച്ച ഭദ്രാസനവും അതിലെ മെത്രാപൊലിത്തയും ബാധ്യതയായി മാറുകയാണ്. നല്ല വരുമാനമുള്ളവർക്ക് പോലും 2 അറ്റം കൂട്ടിമുട്ടിക്കുവാൻ കഴിയാത്ത വിധം ജീവിത ചെലവുകളും പ്രശ്നങ്ങളുമാണ് ഇന്നത്തെ ഗൾഫുകാർ നേരിടുന്നത്. സഭാവിശ്വാസികൾക്ക് അനാവശ്യ ബാധ്യത ഉണ്ടാക്കുന്ന ഭദ്രാസനങ്ങൾ മെർജ് ചെയ്ത് ഒന്നാക്കുവാനുള്ള പഠനങ്ങൾ നടക്കണം. 15 ലക്ഷം ജനസംഖ്യ ഉണ്ടായിരുന്ന 80കളുടെ തുടക്കത്തിൽ 14 ഭദ്രാസനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് ജനസംഖ്യ കുറഞ്ഞു. എങ്കിലും ഭദ്രാസനങ്ങളിലും മെത്രാന്മാരും 2.5 ഇരട്ടിയായിരിക്കുകയാണ്. 85 മുതൽ മെത്രാന്മാരുടെയും ഭദ്രാസനങ്ങളുടെയും എണ്ണം വർദ്ധിക്കുവാൻ തുടങ്ങി. ഭദ്രാസനങ്ങളുടെ മെത്രാന്മാരുടെയും എണ്ണം വർദ്ധിക്കുന്നത് സഭയുടെ വളർച്ചയ്ക്ക് ഉതകുന്നില്ല എന്ന് തെളിയിക്കുകയാണ്. ജാതി അടിസ്ഥാനത്തിൽ നടക്കാൻ പോകുന്ന സെൻസസ് കേരളത്തിലെയും ഇന്ത്യയിലെയും ഓർത്തഡോക്സ് ജനസംഖ്യയുടെ യഥാർത്ഥ ചിത്രം തരും. അതനുസരിച്ച് ഒരു ഭദ്രാസനത്തിൽ കുറഞ്ഞത് 10,000 കുടുംബം എന്ന് പരിമിതപ്പെടുത്തി ഭദ്രാസനങ്ങൾ മെർജ് ചെയ്യുകയാണ് വേണ്ടത്.